അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ ഹുസ്നുൽ അസീസ് 2019 ഫെബ്രുവരി മാസം 8-ാം തീയതി നടത്തിയ ജുമുഅ ഖുതുബയാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഹസ്രത്ത് ഖലീഫത്തുള്ള പ്രസ്തുത പ്രസംഗത്തിൽ മാനവ സേവയാണ് ഏറ്റവും മഹത്വപരമായ ആത്മീയ പ്രവൃത്തി എന്ന വിഷയത്തെ ആസ്പദമാക്കി വെള്ളിയാഴ്ച ഖുതുബ ആരംഭിക്കുകയുണ്ടായി. മാനവ സേവയാണ് ഏറ്റവും മഹത്വപരമായ ആത്മീയ പ്രവൃത്തി. പുതുവർഷത്തെ സംബന്ധിച്ച് ഇന്ന് ജനങ്ങൾ വളരെ ആകാംക്ഷയുള്ളവരാണ്. പുതുവർഷം സമാഗതമാകുമ്പോൾ ന്യൂ ഇയർ ആഘോഷത്തിനായി ജനങ്ങൾ വളരെയധികം ധനം ചെലവഴിക്കുന്നു. ഒരു വർഷത്തിലെ ഒരു പ്രത്യേക ദിവസം ആഘോഷത്തിനായി തിരഞ്ഞെടുക്കുന്നത് തികച്ചും അജ്ഞതയുടെ അടയാളമാണ്. ഒരു യഥാർത്ഥ ഭക്തനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിനവും ആഘോഷ ദിനം തന്നെയാണ്. ഒരർത്ഥത്തിൽ എല്ലാ ദിവസവും പുതുവർഷ ദിനം തന്നെയാണ്. ആയതിനാൽ എല്ലാ ദിവസത്തെയും നാം പരിഗണിക്കേണ്ടതാണ്. എല്ലാ മിനിറ്റുകളെയും നാം പരിഗണിക്കേണ്ടതാണ്. അത് പുതിയതാണെന്ന് സന്തോഷപൂർവം നാം അത് ആഘോഷിക്കേണ്ടതാണ്. ഓരോ നിമിഷവും നാം പിന്നിടുന്ന ഓരോ സമയവും പുതുതായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദിവസത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ പുതുദിനം തന്നെയാണ്. സേവനമാണ് ഏറ്റവും സമുന്നതമായ ആത്മീയ പ്രവൃത്തി. ഈ ദൃശ്യലോകത്ത് നിലനിൽക്കുന്ന എല്ലാ വസ്തുക്കളും താൽക്കാലികങ്ങളും യഥാർത്ഥങ്ങളുമാണ്. ഇത് സംബന്ധമായി മനുഷ്യൻ ഗാഢമായി ചിന്തിക്കേണ്ടതാണ്. യഥാർത്ഥമായത് എന്താണ്? എന്നെന്നും നിലനിൽക്കുന്നത് എന്താണ്? എന്നാൽ മനുഷ്യൻ തൻ്റെ അജ്ഞതയാൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്ത് ആധി പൂണ്ടിരിക്കുകയാണ്. ഭാവിയെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ്റെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വർത്തമാനകാലത്തെക്കുറിച്ച് ചിന്തിക്കാതെ അവൻ്റെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വർത്തമാനകാലം മാത്രമാണ് യഥാർത്ഥമായിട്ടുള്ളത്. കഴിഞ്ഞ കാലം കഴിഞ്ഞു പോയത് തന്നെ അതിനെ നിങ്ങൾക്ക് തിരികെ കൊണ്ടുവരുവാൻ കഴിയുകയില്ല. അതിനുവേണ്ടി നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ശരി, ഭാവിയോ സമയമാം ഗർഭപാത്രത്തിൽ മറഞ്ഞു കിടക്കുകയാണ്. അത് നമുക്ക് ദൃശ്യവൽക്കരിക്കാവുന്നതല്ല.
ആയതിനാൽ വർത്തമാനകാലം മാത്രമാണ് സത്യമായതും യഥാർത്ഥമായതും. കഴിഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതിനു പകരം, ഭാവിയെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നതിനു പകരം നിങ്ങൾ നിങ്ങളുടെ സഹജീവികളുടെ നന്മയ്ക്കായുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുക. സേവനം അതുമാത്രമാണ് ആത്മീയ പ്രവൃത്തിയിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ആയതിനാൽ നിങ്ങളെപ്പോഴും നിങ്ങളുടെ സഹജീവികളുടെ സേവനത്തിൽ മുഴുകുക. ഇതിനേക്കാൾ വലിയ ആത്മീയ പ്രവൃത്തി വേറെയില്ല. ജനങ്ങൾ സേവനത്തിൻ്റെ മഹത്വം പൂർണ്ണമായും വിസ്മരിച്ചിരിക്കുന്നു. സേവനത്തിൻ്റെ ഫലങ്ങൾ മാത്രമാണ് എന്നെന്നും നിലനിൽക്കുന്നത് എന്നവർ തിരിച്ചറിയണം. ദൈവം നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നതിനു വേണ്ടിയാണ്. വെറുതെ തിന്നുന്നതിനും കുടിക്കുന്നതിനും നമ്മുടെ വിലപ്പെട്ട സമയം ഭൗതിക കാര്യങ്ങളിൽ ഏർപ്പെട്ട് പാഴാക്കുന്നതിനും വേണ്ടിയല്ല. ഒരു സത്യത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകണം. അതായത് ഏറ്റവും വിലയുള്ള നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സേവനമാണ്. മാനവകുലത്തിന് സേവനം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു കാര്യവുമില്ല. മഹാന്മാരെല്ലാവരും തങ്ങളുടെ ജീവിതങ്ങളെ രക്ഷപ്പെടുത്തിയത് മറ്റുള്ളവർക്ക് സേവനം കാഴ്ചവെച്ചതിലൂടെയാണ്. ആയതിനാൽ നിങ്ങൾ നിരന്തരം സമുദായത്തിൻ്റെ സേവനത്തിനായി വ്യാപൃതരാകുക. എല്ലാ ആത്മീയ പ്രവൃത്തികളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതും മഹത്വമേറിയതും മാനവ സേവയാണ്. നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് സേവനം എന്നാൽ എന്താണ്? മറ്റുള്ളവരുടെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും അവരെ സഹായിക്കുന്നതാണ് സേവനം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അതുപോലെ നിസ്സാരമായ ഒരു കാര്യമല്ല ഇത്. മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നതിൽ സ്ഥിരത നേടേണ്ടതാണ്. മനുഷ്യ ശരീരം രൂപം കൊണ്ടിരിക്കുന്നത് അനേകം അവയവങ്ങൾ കൊണ്ടാണ്. ഓരോ അവയവവും അതിൻ്റേതായ ജോലി ചെയ്യേണ്ടതാണ് എന്നതാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ ഈ അടിസ്ഥാന തത്വം നാം വിസ്മരിച്ചിരിക്കുന്നു. ശരീരത്തിലെ ഓരോ അവയവവും ഒരു ആരാധന എന്ന നിലയിൽ പ്രവൃത്തിയിൽ വ്യാപൃതമാകേണ്ടതാണ്. മനുഷ്യജീവിതത്തെ രക്ഷപ്പെടുത്തുവാനുള്ള വഴി ആരാധന എന്ന നിലയിലുള്ള പ്രവൃത്തിയിലൂടെയാണ്. നാം വലിയ പള്ളികൾ വയ്ക്കുന്നു, വിവിധങ്ങളായ ആത്മീയ പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നു. എന്നാൽ ഇവയൊക്കെ താൽക്കാലിക തൃപ്തി മാത്രമേ പ്രദാനം ചെയ്യുകയുള്ളൂ. അവ അനന്തമായ തൃപ്തി പ്രദാനം ചെയ്യുകയില്ല. ആയതിനാൽ നിങ്ങൾ ഒരു സത്യത്തിൽ ദൃഢവിശ്വാസം വളർത്തിയെടുക്കേണ്ടതാണ്. അതായത് മാനവ സേവയിലൂടെ മാത്രമേ ശാശ്വതമായ സന്തോഷം കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന സത്യത്തിൽ നിങ്ങൾ എത്തിച്ചേരുക. മാനവ ജനതയ്ക്കായി സേവനങ്ങൾ ഏറ്റെടുക്കുക. സേവനം എന്നാൽ ആരോഗ്യപരിപാലനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സേവനം എന്നാൽ മനുഷ്യ സഹോദരങ്ങൾക്കായി കഴിയുന്ന എല്ലാ സഹായങ്ങളും അതിൽ ഉൾപ്പെടുന്നതാണ്. മഹത്വഗുണങ്ങളായ ത്യാഗം, സ്നേഹം, സത്യം ഇവ നുകരുക. ദൈവികതയുടെ പരമപദത്തിൽ എത്തിച്ചേരുവാൻ ഈ ഗുണങ്ങളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ മുൻപിലുള്ള ആവശ്യക്കാരനെ സ്നേഹിക്കുക. അവനോട് നിങ്ങൾ മൃദുലമായും മധുരമായും സംസാരിക്കുക. കഴിയുന്ന എല്ലാ നിലയിലും സഹായിക്കുക. ഇതാണ് യഥാർത്ഥമായ ആത്മീയ പ്രവൃത്തി. ഇതിനേക്കാൾ വലിയ ആത്മീയ പ്രവൃത്തി വേറെയില്ല. ഒരുവൻ്റെ ജീവിതത്തിലുടനീളം ത്യാഗത്തിന് തയ്യാറാകുകയാണെങ്കിൽ അവൻ ഏറ്റവും വലിയ അനുഗ്രഹീത ആത്മാവിനുടമയായി മാറുന്നതാണ്. ഓരോ വ്യക്തിയെയും ആദരിക്കുക.
അവരോട് സ്നേഹത്തോടെ സംസാരിക്കുക. ഓരോ മനുഷ്യനും മറ്റുള്ളവർ തങ്ങളെ ബഹുമാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അവൻ മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ തയ്യാറല്ല. നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് അവർ നിങ്ങളെ ബഹുമാനിക്കുമെന്ന് കരുതുന്നത്? നിങ്ങൾക്ക് മനുഷ്യജീവിയുടെ രൂപം നൽകി ആദരിച്ചിരിക്കുകയാണ്. നിങ്ങൾ മനുഷ്യജീവി എന്ന നിലയിൽ ജന്മം കൊണ്ടെന്നതിനാൽ ആദരവ് കൊടുത്ത് ആദരവ് വാങ്ങുക. ഇന്ന് നിങ്ങളിൽ ആർജിക്കേണ്ട ഏറ്റവും വലിയ ഗുണം ഇതാകുന്നു. ഗ്രാമവാസികൾ മുൻകാല സംസ്കാരങ്ങൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്നവരാണ്. എന്നാൽ പട്ടണങ്ങളിലും നഗരങ്ങളിലും ഇതിനെ കഴിയും വിധം മലിനമാക്കപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ അല്ലയോ മുഹീദ്ദീൻ, നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോവുക. നിങ്ങളുടെ വാർഷിക സമ്മേളനങ്ങൾ അവിടെ സംഘടിപ്പിക്കുക. നിങ്ങളുടെ സമ്മേളനം അവിടെ നടത്തുക. ദീനീ പ്രദർശനവും മറ്റിതര പരിപാടികളും അവിടെ സംഘടിപ്പിക്കുക. അവരിലേക്ക് നിങ്ങൾ ചെല്ലുക. ഗ്രാമവാസികളുടെ പ്രയാസങ്ങൾ എന്തെന്ന് കണ്ടെത്തുക. അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാനുള്ള ശ്രമത്തിലേർപ്പെടുക. ഇന്ന് അനേകർ പട്ടണങ്ങളിലേക്കും നഗരങ്ങളിലേക്കും കുടിയേറി പാർക്കുകയാണ്. കാരണം സുഖവും ആഡംബരവും തേടിയുള്ള യാത്രയാണ്. ഈ പ്രക്രിയയിലൂടെ അവൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവസാനിപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ സത്യത്തിൽ അവൻ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് ചാടുകയാണ് ചെയ്യുന്നത്, സുഖവും ആഡംബരവും തേടിയുള്ള ഈ യാത്രയിൽ. സന്തോഷത്തിൽ നിന്ന് മാത്രമേ സന്തോഷം നേടുവാൻ സാധിക്കുകയുള്ളൂ. യാതനകളിലൂടെയും വേദനകളിലൂടെയും ത്യാഗങ്ങളിലൂടെയും മാത്രമേ സന്തോഷം നേടുവാൻ സാധിക്കുകയുള്ളൂ. ആയതിനാൽ നിങ്ങൾ സ്വയം സേവനപാതയിൽ ഇറങ്ങുക. ചുരുക്കത്തിൽ മാനവ സേവനത്തിനായിട്ടാണ് നിങ്ങളുടെ കൈകൾ അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിരാശയാൽ സഹായം തേടുന്നവർക്ക് നിങ്ങൾ സേവനം ചെയ്താൽ നിങ്ങൾ മഹത്വവൽക്കരിക്കപ്പെടും. നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തി കണ്ടെത്തുന്നതാണ്. ആചാരപ്രമാണപരമായ ആരാധനയിൽ ദൈവത്തിന് താല്പര്യമില്ല. സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് ദൈവം നിങ്ങളിൽ സംതൃപ്തനാകുന്നത്. ആയതിനാൽ നിങ്ങൾ കൂടുതൽ സേവനങ്ങൾ ചെയ്യുക. ദൈവം നിങ്ങളെ സ്നേഹിക്കുവാനുള്ള ഏറ്റവും നല്ല വഴി എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവർക്കും സേവനം ചെയ്യുക. എല്ലാവരെയും സ്നേഹിക്കുമ്പോൾ, എല്ലാവർക്കും സേവനം ചെയ്യുമ്പോൾ ദൈവം നിങ്ങളെ സ്നേഹിക്കും. ഈ രണ്ട് തത്വങ്ങളുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുമെങ്കിൽ, ഇതനുസരിച്ച് പ്രവർത്തിക്കുമെങ്കിൽ ഇതിനേക്കാൾ വലിയ ആത്മീയ പ്രവൃത്തി നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയുകയില്ല. സുദീർഘമായ ഒരു പ്രഭാഷണമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വെള്ളിയാഴ്ച കേൾപ്പിക്കുന്നതാണ്. സേവനപാതയിലൂടെ റഹ്മത്തുൽ ലിൽ ആലമീനായ മുഴു ലോകത്തിൻ്റെയും കാരുണ്യവാനായ പ്രവാചകൻ്റെ വഴിയിലൂടെ നമുക്ക് ജീവിതം നയിക്കുവാനും അള്ളാഹുവിൻ്റെ തൃപ്തി ഇരുലോകം കരസ്ഥമാക്കുവാനും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.